ഇരിക്കും, ഒരു അശരീരി കേൾക്കുന്നു. ഇവിടുന്നാന്ന് മനസ്സിലാവുന്നില്ല. നോക്കുമ്പോ നല്ലോണം വെറ്റില മുറുക്കും ഇയാള്. വെറ്റില പറിക്കാൻ ഏണിയും വെച്ചിട്ട് മേലെ കയറിയിരിക്കുന്നു. അവിടുന്നാ പറയുന്ന കയറിയിരിക്കുന്നു. 105 വയസ്സ്. വാർദ്ധക്യം ശരീരത്തിനല്ല മനസ്സിനാണ്. നമ്മൾ വൃദ്ധനാണെന്ന് സ്വയം അങ്ങ് പ്രഖ്യാപിക്കാൻ വരട്ടെ. മരണം വരെ ജീവിച്ചിരിക്കുന്നവരാവണം നമ്മൾ. മരണം വരെ ജീവിച്ചിരിക്കണം. എല്ലാ ദിവസവും ജീവിക്കാനെങ്കിൽ എന്ത് വേണം? ഉറക്ക തെളിഞ്ഞിട്ട് ഭക്ഷണം കഴിച്ചാൽ പോരാ, വസ്ത്രമുടുത്താ പോരാ, വിസർജിച്ചാ പോരാ. ഇന്ന് നിങ്ങൾ ജീവിച്ചിരിക്കുന്നു എന്നതിന് തെളിവ് ഇന്ന് നിങ്ങൾ എന്തെല്ലാം ചിന്തിച്ചു, എത്ര ചിരിച്ചു, എത്ര പാട്ടുപാടി, എത്ര കഥ വായിച്ചു, എത്ര കഥ പറഞ്ഞു കൊടുത്തു, ആരെയൊക്കെ കെട്ടിപ്പിടിച്ചു, ആർക്കൊക്കെ ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു, ആരെയൊക്കെ സ്പർശിച്ചു. ഇതൊക്കെയാ മനുഷ്യൻ. തിന്നാനും കിടന്നുറങ്ങലെല്ലാം മൃഗങ്ങളും ചെയ്യുമല്ലോ. തിന്നുന്നില്ലേ? കിടന്നുറങ്ങുന്നുണ്ട്. ശരീരമല്ല നമ്മള് മനസ്സാണ്. ഈ മനസ്സ് വികസിച്ചു കൊണ്ടിരിക്കുക. ആ വികസിച്ചു കൊണ്ടിരിക്കാൻ കരുത്തോടുകൂടി മുന്നോട്ട് പോകാൻ നിങ്ങൾക്കൊരു ഊർജം കിട്ടണം. ഇവിടെ എന്റെ പ്രസംഗത്തെക്കാൾ ഇവിടെ നിങ്ങൾ പരസ്പരം ഊർജം കൊടുക്കുകയും വാങ്ങുകയും ചെയ്യണം. നിങ്ങൾ പണ്ട് ചെറുപ്പത്തിൽ കണ്ട സ്കൂളിൽ പഠിക്കുമ്പോൾ ഉള്ള കുറേ ചരക്കെല്ലാം വന്നിട്ടുണ്ട്. നിങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഉള്ള ചരക്കുകൾ വന്നിട്ടുണ്ട്. അവരോടെല്ലാം ഒരു ലോകിയെല്ലാം പറയണം. അന്ന് പറയാൻ ധൈര്യം ഉണ്ടായിരുന്നില്ല അല്ലേ? നമ്മളെല്ലാം പഠിക്കുന്ന കാലത്ത് പ്രേമം വന്നാലും പറയാൻ ധൈര്യം ഉണ്ടായിരുന്നു. വായ്പയിരിക്കും ചോദിച്ചിട്ട് ആരാദ്യം പറയും, ആരാദ്യം പറയൂ എന്ന് പറഞ്ഞ് മിണ്ടൂല. അവസാനം 10ാം ക്ലാസ്സിൽ എത്തുമ്പോൾ സെൻഡ് ഓഫ് ആയ